ക്രിസ്മസ് ഇങ്ങ് എത്തി. ഈ ടൈമിൽ പ്ലം കേക്ക് വാങ്ങാത്ത ഒരു വീട് പോലും ഉണ്ടാകില്ല. ആ പ്ലം കേക്ക് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. ഞാൻ നോൺ ആൽക്കഹോളിക് പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റിയാണ്. ആൽക്കഹോളിക് പ്ലം കേക്ക് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു 50 ഗ്രാം വീതമാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഇതിവിടെ കിട്ടുന്ന ടൈപ്പ് ഓഫ് ടൂട്ടി ഫ്രൂട്ടിയാണ്. പിന്നെ ഡ്രൈഡ് ക്രാൻബെറീസ്, ഡ്രൈഡ് റേസിൻസ്, പിന്നെ ഫിഗ് എടുത്തിട്ടുണ്ട്, പ്രൂൺസ് എടുത്തിട്ടുണ്ട്, അത് നമ്മുടെ പ്ലം ഡ്രൈ ആയത്, പിന്നെ ഡേറ്റ്സ്, ചെറീസ്, പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇത് കാൻഡഡ് മിക്സഡ് പീൽ എന്ന് പറയും. ഇത് നമ്മുടെ ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും പീല് ഉണക്കിയതാണ്. ഇതെല്ലാമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അവൈലബിൾ അല്ല എങ്കിൽ ഇതിപ്പോൾ മസ്റ്റായിട്ടും ഇത് തന്നെ എടുക്കണമെന്നില്ല. നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ട് ഏതൊക്കെ ഫ്രൂട്ട്സ്, ഡ്രൈഡ് ഫ്രൂട്ട്സ് കിട്ടുമോ അതും യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് ഡ്രൈഡ് ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് സോക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രൈഡ് ഫ്രൂട്ട്സ് എല്ലാം ഒരു ബൗളിലിട്ടിട്ട് അതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം കൂടെ ഇടുന്നുണ്ട്. മിക്സഡ് ഫ്രൂട്ട് ജാമും പിന്നെ 1 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1 അവർ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസ് ഞാൻ ബോട്ടിൽഡ് ഓറഞ്ച് ജ്യൂസാണ് മേടിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ ഫ്രഷ്ലി സ്ക്യൂസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കേക്ക് അധികം നാൾ കേടാകാതെ ഇരിക്കത്തില്ല. നെക്സ്റ്റ് നമുക്ക് ഷുഗർ കാരമലൈസേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പ് ഷുഗർ. 1/4 കപ്പ് ഷുഗർ നമ്മളൊരു പാനിലോട്ട് ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഒന്ന് ഇളക്കരുത്. തീ ഓൺ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വേണം വെച്ചേക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഷുഗറൊക്കെ മെൽറ്റായി കളർ ചേഞ്ചായി വരുന്ന കാണാം. അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് നല്ല കളറൊക്കെ ഒന്ന് നന്നായിട്ട് ചേഞ്ചായി വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം, നമ്മളൊന്ന് മാറി നിൽക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഷുഗർ സൊല്യൂഷൻ്റെ കൺസിസ്റ്റൻസി മാറി വരുന്ന കാണാം, കുറച്ചൊന്ന് തിക്കായി വരുന്നത് കാണാം. അപ്പോഴത്തേക്കും നമുക്കത് മാറ്റാം. അതിന്നൊരു 1/2 സൊല്യൂഷൻ ഞാൻ സെപ്പറേറ്റ് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി നമുക്ക് വീണ്ടും തിരിച്ച് ഗ്യാസിലോട്ട് വെച്ചിട്ട് നമ്മുടെ ഈ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഓറഞ്ച് ജ്യൂസ് വിത്ത് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് ഈ സൊല്യൂഷനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്കത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് ഒന്ന് വീണ്ടും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നേരം നമ്മുടെ ഈ സൊല്യൂഷനൊക്കെ ഒന്ന് പറ്റി ആ ഫ്രൂട്ട്സിലോട്ടൊക്കെ ഒന്ന് പിടിക്കും. ഒത്തിരി ഡ്രൈ ആക്കണ്ട. ഞാനൊരു സ്ട്രെയിനറിലോട്ടാണ് അത് തിരിച്ച് തട്ടിക്കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ എടുക്കുന്നില്ല. പിന്നെ നമ്മുടെ ഗ്രാമ്പു പൊടിച്ചത് അതൊരു 1/4 ടീസ്പൂൺ. പിന്നെ നട്ട്മഗ് പൗഡർ, നമ്മുടെ ജാതിക്ക പൊടിച്ചത് അത് ഞാനൊരു 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ കറുവാപ്പട്ട പൊടിച്ചത് 1/4 ടീസ്പൂൺ. പിന്നെ ജിഞ്ചർ പൗഡർ, നമ്മുടെ ഇഞ്ചി പൊടിച്ചത് അതൊരു 1/4 ടീസ്പൂൺ. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഒരു 2 to 3 ടൈംസ് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അരിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പാച്ചുല ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഈ ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് ഞാൻ കുറച്ച് ഓറഞ്ച് സിസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഓറഞ്ച് സിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തതാണ്. പിന്നെ ഒരു 1 കപ്പ് ഞാൻ നട്ട്സ് ഇടുന്നുണ്ട്. നട്ട്സ് ഞാൻ കാഷ്യൂ നട്ട്സും ബദാമും എടുക്കുന്നുണ്ട്. അതിലോട്ട് അരിച്ച് മാറ്റി വെച്ചേക്കുന്ന പൊടിയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയെടുത്ത് ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗ്രാനുലേറ്റഡ് ഷുഗർ, നമ്മുടെ പൊടിച്ച പഞ്ചസാര ഞാനൊരു 1/3 കപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബട്ടർ ഒരു 1/2 കപ്പ് എടുത്താലും മതിയാകും. അപ്പോൾ നന്നായിട്ട് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും
പിന്നെ ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പ്ലം എസൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒരു 3-4 ഡ്രോപ്സ് പ്ലം എസൻസ് കൂടെ ഇടുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിലോട്ട് കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 എഗ്ഗാണ് എടുക്കുന്നത്. അത് 3 എഗ്ഗ് 1 by 1 ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എഗ്ഗും കൂടെ ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ അത് കുറേശ്ശെ ഇട്ട് നമ്മൾ ഒരു സ്പാച്ചുല കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി, ഒത്തിരി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് കംപ്ലീറ്റും കുറേശ്ശെ ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനൊരു 4-5 ടൈംസ് ആയിട്ടിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഒരു സ്പാച്ചുല ഉപയോഗിക്കുന്നുണ്ട്. സ്പാച്ചുല ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ ബീറ്ററും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ബീറ്റർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഈവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ട്രേ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബേക്കിംഗ് ട്രേ എടുക്കാം. ഞാൻ എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ട്രേ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ട്രേ ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതിലോട്ട് നമുക്ക് ഒരു ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ബട്ടർ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഏത് ട്രേ ആണോ ഉള്ളത് ആ ട്രേയുടെ ഒരു ഹാഫ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും പിന്നെ റേസിൻസും ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ബേക്കായി വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് ചെയ്യുന്നതിന് മുന്നേ അതിന് മുന്നേ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തായിരുന്നു. ഓവൻ ഞാനൊരു 160 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഈ 160 ഡിഗ്രി തന്നെ ഒരു 45 മിനിറ്റ്സാണ് കേക്ക് ബേക്ക് ചെയ്തത്. 45 മിനിറ്റ്സ് ആയപ്പോൾ കേക്ക് കറക്റ്റ് നല്ല പാകത്തിന് ബേക്കായി വന്നായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് ബേക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ടൂത്ത് പിക്ക് ഇട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അത് നോക്കുമ്പോൾ ടൂത്ത് പിക്ക് ക്ലീൻ ആണെങ്കിൽ അത് കേക്ക് റെഡിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വെരി ഡെലിഷ്യസ് ആൻഡ് റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പ്ലം കേക്ക് ഒരു 2 ഡേയ്സ് കഴിഞ്ഞ് കട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാര്യം അതിന് നല്ല ടേസ്റ്റ് 2 ഡേയ്സ് കഴിയുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. ഞാനിത് ഒരു 3 ഡേയ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് കട്ട് ചെയ്തത്. അടിപൊളി കേക്ക് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും സൂപ്പർ ടേസ്റ്റാണ്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പ്ലം കേക്കിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് പോയി ചെക്ക് ചെയ്യണം. ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഉറപ്പായിട്ടും അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ് ഓൾ. ബൈ.